ഹായ് നമസ്കാരം. വെനീസ് ടൂർണമെന്റ് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ആദ്യം തന്നെ പറയാം, ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ചിരിക്കുകയൊന്നും ചെയ്തു കേട്ടോ. കാരണം വളരെ ഗൗരവമായിട്ടുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. വേറെ എവിടെയല്ല, നമ്മുടെ സ്വന്തം തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്നുള്ള ഒരു വീഡിയോ. കാരണം ഇപ്പോൾ ഏറ്റവും കൂടുതൽ വീഡിയോസ് വരുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വാർത്തകൾ വരുന്നത് അപ്ഡേറ്റ് ഒക്കെ വരുന്നത് നമ്മുടെ തൃശ്ശൂരാണല്ലോ. കാരണം അത്രത്തോളം പ്രഗത്ഭനായിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ തൃശ്ശൂർ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് എത്രയോ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇലക്ഷൻ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ എല്ലാം ചെമ്പ് ഗോപിച്ചേട്ടൻ. അപ്പം ചെമ്പ് ഗോപിച്ചേട്ടൻ്റെ ഒരുപാട് ലീലാവിലാസങ്ങൾ ഇതിനിടയ്ക്ക് തന്നെ നമ്മൾ കാണുന്നുണ്ട്. ചില ഇദ്ദേഹം എവിടെ പോയി പരിപാടി നടത്തിയാൽ അതൊക്കെ പൊട്ടി പാളീസാകുന്ന കാഴ്ചകളാണല്ലോ നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക. എന്തായാലും ഈ കെടി ഒരു ഒന്നൊന്നര കെടിയാണ് കേട്ടോ. കാരണം കുറച്ച് നാൾക്ക് മുമ്പ് ഈ മണിപ്പൂർ കലാപം ഉണ്ടായ സമയത്ത് സുരേഷ് ഗോപിയോട് ചില പത്രപ്രവർത്തകർ ചോദിച്ചു, സാറിന് ഈ മണിപ്പൂരിനെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്? കാരണം മണിപ്പൂരിനെ കുറിച്ചിട്ട് ചോദിക്കാനായിട്ട് ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ തൃശ്ശൂർ മണ്ഡലത്തിൽ ഏതാണ്ട് 22% അങ്ങാണ്ട് ക്രൈസ്തവരുടെ വോട്ടാണ്. അപ്പോൾ അവിടെ ജയിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ വോട്ടും കൂടെ കിട്ടിയേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഷിറ്റ് ഗോപിയോട് മാധ്യമപ്രവർത്തകർ ഈ മണിപ്പൂരിനെ കുറിച്ചിട്ട് ചോദിച്ചത്. മണിപ്പൂരിനെ കുറിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് പിന്നെ ആശ പിന്നെ കമ്മീഷണറായി, പിന്നെ അങ്ങോട്ട് പിന്നെ മാസ് ഡയലോഗായി. കാരണം മണിപ്പൂർ നിങ്ങൾ നോക്കേണ്ട കാര്യമൊന്നുമില്ല, അവിടെ നല്ല ആൺകുട്ടികളുണ്ട്, അവർ നോക്കിക്കോളും എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഊള ഇതുപോലെ ഒരുപാട് പരിപാടികൾ ആ മാതാവിന് ചെമ്പ് കിരീടം വെച്ചിട്ട് അതും പറ്റിച്ച്. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട 2-3 വാർത്ത എന്ന് പറയുന്നത്, ഒരു ഫിഷ് മാർക്കറ്റിലോട്ട് ആശാൻ അങ്ങോട്ട് കയറി ചെന്നിട്ട് അവിടെ 1 കോടി രൂപയുടെ താമര വിരിയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ കിടന്നുണ്ട്, ഒരു വേട്ടാവളിയും കിടന്ന് ഒച്ച ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ചിറ്റുഗോപി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ ആ മീൻ മാർക്കറ്റിലുള്ള സകല മീനും എടുത്ത് പൊക്കി ചില കോമാളിത്തരങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. സത്യത്തിൽ ഈ ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ ഒരു ചെറിയ ഒരു അപ്ഡേഷൻ ഞാൻ നേരത്തെ ചെയ്തപ്പോഴത്തേക്ക് ഈ BJP പ്രവർത്തകരായിട്ടുള്ള ചില ആൾക്കാർ വന്നിട്ട് നമ്മുടെ ഈ വീഡിയോയുടെ താഴെ ചില കമൻറ്റുകൾ ഇട്ടുന്നു. വളരെ രസകരമായിട്ട് തോന്നി ആ കമൻറ്റുകൾ. കാരണം അവർ പോലും ഈ സാധനത്തിനെ കൊണ്ട് പൊറുതി മുട്ടിയെന്നുള്ളതാണ് അവർ പറയുന്ന. അതിനകത്ത് ഒരാൾ പറഞ്ഞിരിക്കുന്ന കമൻറ്റ് ഇങ്ങനെയാണ്, ഞാനൊരു BJP-കാരനാണ്, പക്ഷെ ഇങ്ങനെ കാണിക്കുന്ന ഈ കോമാളിത്തരങ്ങൾ കാണുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞ് സഹിക്കാൻ പറ്റുന്നില്ല, അൺസൈക്കബിൾ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എന്താണെങ്കിലും ഇതൊക്കെ നമ്മുടെ ഷിറ്റ് ഗോപിച്ചേട്ടൻ മനസ്സിലാക്കിയാൽ കൊള്ളാം. പിന്നെ ഈ പറഞ്ഞ ആദിവാസി കോളനിയിലേക്ക് ചെന്ന് കയറിയപ്പോഴത്തേക്ക് അവിടെ പ്രവർത്തിക്കാൻ ആളില്ല, അല്ലെങ്കിൽ അവിടെ ആൾക്കാർ വരാഞ്ഞതുകൊണ്ട് ഈ സ്വന്തം പാർട്ടിയിലുള്ള ആൾക്കാരോട് ശുഭിതനായി സംസാരിച്ചതും, പിന്നെ ആദിവാസി കോളനിയിൽ ഒരു കൊച്ചനെ എടുത്തിട്ട് ഉമ്മ വെച്ചിട്ട് കാറിൽ കയറി ഇരുന്നുണ്ട് തുടച്ചതും, ഈ കാലിൽ വീഴരുത് എന്ന് പറഞ്ഞിട്ട് ആ കുട്ടികളെ കൊണ്ട് തന്നെ കാലിൽ വീഴ്ത്തിച്ച് ഞാൻ രാജാവാണ് എന്ന് പറഞ്ഞ് ഞെളിഞ്ഞു നിന്ന ഈ തൃശ്ശൂരിലെ ഈ പാഴ് സാധനത്തിന് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ വിജയിപ്പിച്ച് കഴിഞ്ഞാണല്ലോ നിങ്ങളുടെ കാര്യം പോക്ക. കാരണം ആ കാറിനകത്ത് ഇരുന്ന ആ സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടതാണല്ലോ അല്ലേ, ഒന്നും മറന്നിട്ടില്ലല്ലോ അല്ലേ. അപ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ അത് വർഗീയവാദികളായിട്ടുള്ള അല്ലെങ്കിൽ രാജ്യത്തെ നശിപ്പിക്കുന്ന ഈ പ്രസ്ഥാനത്തിന് കൊടുക്കണോ വേണ്ടയോ എന്ന് തൃശ്ശൂരിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അതായത് നമുക്ക് ഈ തൃശ്ശൂരിലെ ഈ മീൻ മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ള ഈ ഒരു ചെറിയ നാടകം ഉണ്ടല്ലോ, അതൊന്ന് കണ്ടു നോക്ക്. വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ചിരിക്കരുത് കേട്ടോ. കാരണം ഇത് വളരെ ഗൗരവമായിട്ടുള്ളൊരു വിഷയമാണ്, അതുകൊണ്ട് നിങ്ങൾ ചിരിക്കാൻ പാടില്ല. വീഡിയോ ഒന്ന് കണ്ടു നോക്കിയോ. താമര വിരിച്ച പ്രസ്ഥാനമില്ല, 1 കോടി രൂപയുടെ താമര വിരിച്ചത് അതിന്റെ ചെറുത് അത് ചേർത്ത് രണ്ടും രണ്ട് കൈ വേണം. ഓക്കെ ചൂര 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 കറി വെക്കാൻ ടേസ്റ്റ് നല്ല മുളകിട്ടിട്ട് കുടംപൊടി ഇട്ടിട്ടുള്ള പറ്റിക്കണം, പൊരിക്കണം. കൈയെടുക്കാൻ ചൂര ചൂര മതി. പച്ച ഒരെണ്ണം വാങ്ങിട്ട് ഇതിനെ എടുത്തോ, അയക്കൂറ എടുത്തോ, അത് വെച്ചിട്ട് പൊക്കി പിടിച്ചോട്ടും ഒരു താമര വിരിയണം. താമര നമ്മളെ വിരിക്കും. അലക്കട്ട അലക്കട്ട അലക്ക അലക്ക എനിക്ക്
എന്തിനാ 5 കൊല്ലം ഇവിടെ താമര വിരിയാൻ പോണെ? ഇവിടെ താമര വിരിച്ചത് താമര വിരിച്ചെങ്കിൽ പ്രസ്ഥാനമില്ല. ആ താമര ഞങ്ങൾ വിരിയിക്കും. അതൊക്കെ അതല്ല അടി. അതെ സാറ് കേട്ടോ. ഓക്കെ ഓക്കെ അതില്ല. എന്താ താമര നോക്ക്, അത് നോക്ക്, അതൊരു താമര അതിലില്ല. അതൊരു താമര 1 കോടി രൂപയുടെ താമര വിരിച്ചത്. അത് കണ്ടോര് കണ്ടോ? അത് കണ്ടോര് കണ്ടോ? പൈസ കൊടുത്തോ എടുക്കാനാ വിലയിടാൻ പറഞ്ഞല്ലേ? അത് നമുക്ക് ശലഭ ടീച്ചറിന്റെ അടുത്ത് കൊടുത്തയക്കാം. ഈ മുഖം ഓർമ്മയുണ്ടോ? കയ്യില് മീനുണ്ട്. മീൻ കച്ചവടക്കാര അന്നല്ല ഒരു താമര നമ്മൾ വിരിച്ചെങ്കിൽ നമ്മൾ ആരുമില്ലാത്ത അതന്നാട്ട് താമര ഞങ്ങള് വിരിയിപ്പിക്കും. ഓക്കെ അതുണ്ട് അതുണ്ടാണ്. ഇതൊക്കെ കണ്ട എങ്ങനെ ചിരിക്കാതിരിക്കും അല്ലേ? കാരണം ചിരിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഇതുപോലെ ചില മാധ്യമ പ്രവർത്തകരെയും കൊണ്ട് ആശാൻ ഇപ്പം ഡെയിലി, കാരണം പുള്ളിയുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയിൽ പുള്ളി അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ജീവിതമാണ് എൻ്റെ പൊന്ന് ചേട്ടാ. എന്തായാലും ഈ മാർക്കറ്റിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ, ആ നമ്മുടെ ഷിറ്റ് ഗോപി അവിടെ ഇരിക്കുന്ന ഏറ്റവും വലിയൊരു കേര എടുത്ത് പൊക്കി പിടിച്ചിട്ട് ഇത് ചൂരയാണെന്ന്. കേര ഏതാണ് ചൂര ഏതാണെന്ന് അറിയാൻ വയ്യാത്ത ഈ സാധനമാണ് നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ പെടുന്നത്. കാരണം ഒരു ചെറിയ മീനിന്റെ പേര് പോലും അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയില്ല എന്നുള്ളതാണ്. അപ്പം എവിടെ ചെന്നാലും ഉണ്ടല്ലോ ആശാൻ ആ സാധനം അങ്ങോട്ട് മേടിക്കും കേട്ടാ. മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ പൈസ കൊടുക്കാത്ത ഒരു പരിപാടിയില്ല. പൈസ കൊടുത്തേ വാങ്ങിത്തുള്ളൂ. കാരണം ഇപ്പം ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞെട്ടിപ്പോകുന്ന ചില വാർത്തകളാണ് വരുന്നത്. നമ്മളൊരു ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ചിട്ട് വിശദമായിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിനകത്ത് ഇട്ടിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപയാണ് ഇലക്ട്രൽ ബോണ്ട് വഴി ഈ BJP മേടിച്ചു വെച്ചത്. കാരണം ഈ 2024 ഇലക്ഷനിൽ പൊട്ടിക്കാൻ വേണ്ടി മേടിച്ചു വെച്ചിരിക്കുന്ന അതിൽ കുറച്ച് സാധനം നമ്മുടെ കേരളത്തിലെ ഈ പറഞ്ഞ BJPക്കാർക്കും കിട്ടിയിട്ടുണ്ട്, മറ്റു ചില പാർട്ടിക്കാർക്കൊക്കെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇതിനെക്കുറിച്ചിട്ടൊക്കെ നമ്മുടെ നേരത്തെ ഉള്ളിച്ചേട്ടൻ പിന്നെ ഹെലികോപ്റ്ററിൽ കൊണ്ട് നടന്ന് കറങ്ങി നടന്നൊക്കെ അടിച്ച സംഭവമൊക്കെ നമുക്കറിയാമല്ലോ. ആ കേസൊക്കെ എവിടെ പോയിന്ന് വെച്ചാൽ എങ്ങും ആയിട്ടില്ല എന്ന് പറയാം. അതൊക്കെ നമ്മുടെ ഭരണത്തിന്റെ വെടിപ്പുകേടാന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. എന്താണെങ്കിലും ഈ 2024 തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ എന്ത് വില കൊടുത്തും എടുക്കാൻ വേണ്ടി നമ്മുടെ തൃശ്ശൂരിലെ ചെമ്പ് ഗോപി കാണിക്കുന്ന ഈ ചില നാടകങ്ങൾ, സത്യത്തിൽ ഇത് കോമാളി എന്നല്ലാതെ നമുക്ക് എന്ത് പറയാൻ പറ്റും? കോമാളിത്തരം എന്നല്ലാതെ നമുക്ക് എന്ത് പറയാൻ പറ്റും? എന്തായാലും ആ കൂട്ടത്തിൽ നിൽക്കുന്ന ആ വേട്ടാവളിയും പറഞ്ഞിട്ടില്ലേ, 1 കോടി രൂപയുടെ താമര ഇവിടെ വിരിഞ്ഞിട്ടുണ്ട്. എവിടെയാ? ഈ മാർക്കറ്റിനകത്തെ. ഞങ്ങൾ താമര വിരിക്കാതെ ഞങ്ങൾ സമ്മതിക്കത്തില്ല. സത്യം പറയാമല്ലോ, ഇവൻ്റെയൊക്കെ തലയ്ക്കകത്ത് ചാണകമാണോ അതിനി അതിലും കെട്ട സാധനം വല്ലതാണോ എന്നൊക്കെ തോന്നിപ്പോവുക. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഈ വീഡിയോ കണ്ട് ചിരിക്കുമോ എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. ഇതുപോലെ ഒരുപാട് കോമഡി പീസുകൾ നമ്മുടെ തൃശ്ശൂരിൻ്റെ മണ്ണിൽ നിന്നും ഡെയിലി വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കുറച്ച് PRO വർക്ക് നടത്തുന്ന ആൾക്കാർക്കൊക്കെ അത്യാവശ്യം നല്ല തുട്ടൊക്കെ നമ്മുടെ ചിട്ടി ഗോപിച്ചേട്ടൻ കൊടുക്കുന്നുണ്ട്. കാരണം ഇതുപോലെ ഓരോ വീഡിയോകൾ എടുത്ത് ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ ഓരോ ദിവസം. സത്യത്തിൽ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ 4-5 വീഡിയോകളുണ്ട്. നമ്മൾ ഒരു ദിവസം ചിട്ടി ഗോപിച്ചേട്ടൻ്റെ ഒരു വീഡിയോ എങ്കിലും ചെയ്യാതിരിക്കത്തില്ല കേട്ടോ. നിങ്ങൾക്കത് ബോറടിയായിട്ട് തോന്നരുത്. കാരണം നമുക്കത് ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട്. അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റുകളും നമ്മുടെ ചിട്ടി ഗോപിച്ചേട്ടൻ്റെ ചൂരയാണോ കേരയാണോ എന്നുള്ള കമൻറ്റ് നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷയും നിങ്ങളുടെയൊക്കെ സ്വന്തം വെനീസ് ടു എൻ്റർടൈൻമെൻറ്റ്.